الله والصلاة والسلام على من لا نبي بعده. صحيح الترغيب وترهيب الكتاب الصلاة إلى أرتفصل. الترهيب من فوات العصر بغير عذر. അസുര നിസ്കാരം ഒരു ഉദറുമില്ലാതെ അഥവാ ശർഈയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒഴികഴിവില്ലാതെ അതിനെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഗൗരവം, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. عن بريدة رضي الله عنه قال قال النبي صلى الله عليه وسلم من ترك صلاة العصر فقد حبط عمله. അതേപോലെ തന്നെ വേറൊരു ഹദീസുമുണ്ട്. عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم من ترك صلاة العصر متعمدا فقد حبط عمله. ആരാണോ അസ്ർ നിസ്കാരം പാഴാക്കുന്നത്, രണ്ടാമത്തെ ഹദീസിൽ അവൻ സ്വമേധയാ, വേറെ ഒരു ഉദ്റുമില്ല, അവന് ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറവി സംഭവിച്ചതോ അല്ലെങ്കിൽ ജമാഅത്തോ നിസ്കാരമോ ഒഴിവാകാൻ അംഗീകരിക്കപ്പെടുന്ന ഒരു ഉദ്റുമില്ല, അവൻ വേണമെന്നുകൊണ്ട് നിസ്കാരം ഒഴിവാക്കി, അങ്ങനെ ചെയ്താൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഉലമാക്കൾ ഈ ഹദീസുകളെ രണ്ട് രീതിയിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, ഇവിടെ അസ്ർ നിസ്കാരം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അത് മുഴുവൻ നിസ്കാരവുമായി സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാൾ നിസ്കാരം വേണമെന്ന് വെച്ച് ഒഴിവാക്കുകയാണ്, നിസ്കരിക്കുന്നില്ല, അവൻ അത് ഖളാ വീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ല എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവായിട്ട് വീണ്ടും നിസ്കരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ്. അത് വേണം, നിസ്കാരം നിർബന്ധമല്ല എന്നുള്ള വിശ്വാസമാണെങ്കിൽ ഒരു സംശയമില്ല. ഇനി മടി കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അവൻ കാഫിറാണ്. സ്വാഭാവികമായിട്ടും ഒരു കാഫിറിന്റെ അമലുകൾ എന്തല്ല, അത് സ്വീകരിക്കപ്പെടുന്നതല്ല, എല്ലാം നിഷ്ഫലമായിട്ടുണ്ടാകും. അപ്പോൾ അസർ നിസ്കാരം അത്രയും ഫضലുള്ളത് കൊണ്ട് അസറിനെ ചേർത്തി പറഞ്ഞു എന്നുള്ളതാണ് ഏത് നിസ്കാരത്തിന്റെയും പൊതുവായിട്ടുള്ള ഉദ്ദേശമാണത്. നിസ്കാരം പാഴായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ അമലുകൾ നിഷ്ഫലമാണ്, കാരണം അവൻ കാഫിറായി മാറും. രണ്ടാമത്തെ രീതിയിൽ വിശദീകരിച്ചത്, ഇതൊരു മുഗാലിബത്തായിട്ട്, അഥവാ അസർ നിസ്കാരത്തിന്റെ ഫضലിനെ അറിയിക്കാനായിട്ട്, അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ അസർ നിസ്കാരം ജമാഅത്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ള, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരമായിട്ട് ഖുർആനിൽ സ്വലാത്തുൽ വുസ്ത എന്നെല്ലാം പറഞ്ഞത് അസറാണ് എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അസർ നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിലും വിശദീകരിച്ച് കാണാം. എന്തായാലും നിസ്കാരം അത് വേണമെന്നുകൊണ്ട് പാഴാക്കുകയാണെങ്കിൽ അവൻ കാഫിറായി തീരുകയും അവന്റെ അമലുകളെല്ലാം നിഷ്ഫലമാവുകയും ചെയ്യും. അതുപോലെ അസ്ർ നിസ്കാരത്തിന്റെ ഫضല് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ഹദീസ്, وعن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال الذي تفوته صلاة العصر فكأنما وتر أهله وماله. ആർക്കാണോ സലാത്തുൽ അസ്ർ പാഴാകുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന്റെ കുടുംബവും അവന്റെ സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. അതായത് ദുനിയാവിൽ ഒരുപാട് മുസീബത്തുകൾ ഉണ്ടാവും, അതിലൊരു മനുഷ്യനുണ്ടാകുന്ന വലിയൊരു മുസീബത്താണ് അവന്റെ കുടുംബം മൊത്തം, അവന്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെടുകയാണ്, അതുപോലെ അവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയാണ്, അങ്ങനെ അവൻ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അതുപോലെയാണ് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത്ര പ്രാധാന്യമുണ്ട് അസ്ർ നിസ്കാരത്തിന്. പലപ്പോഴും അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളെ, കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവരെ സമാധാനിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരോട് തോന്നുന്ന ഒരു കാരുണ്യവും കൃപയും പോലെ സ്വഹാബികൾക്കിടയിൽ അസ്ർ നഷ്ടപ്പെട്ടവരെ കുറിച്ച് തോന്നാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നത് പോലെയാണ് അസ്ർ നിസ്കാരം പാഴാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതായത് ആ സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ, ആ സമയം നഷ്ടപ്പെട്ടാൽ തന്നെ ആ രീതിയിലാണ്. وعن نوفل بن معاوية رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول من فاتته صلاة
ഫകഅന്നമാ വുതിറ അഹ്ലഹു വമാലഹു. ആർക്കെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുടുംബവും അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ട പോലെയാണ്. മറ്റൊരു റിവായത്തിൽ സ്വലാത്തുൻ മൻ ഫാതത്ഹു ഫകഅന്നമാ വുതിറ അഹ്ലഹു വമാലഹു. ഒരു നിസ്കാരം അത് പാഴായവന് അവന്റെ കുടുംബവും സമ്പത്തും നഷ്ടപ്പെട്ടവനെ പോലെയാണ്. ഖാല ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയൽ അസ്ർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ നിസ്കാരം ഏതാണെന്ന് പറയുന്നിടത്ത് പറഞ്ഞു അത് അസ്ർ നിസ്കാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരങ്ങളിൽ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരങ്ങളായി പിന്നെ ഫജറിനെയും അസറിനെയുമാണ് ഉലമാക്കൾ പല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ അധിക പണ്ഡിതന്മാരും അത് ഈ രണ്ട് നിസ്കാരങ്ങളിൽ ഏതിനാണ് ഫضൽ എന്ന് നോക്കിയാൽ അത് അസറിനാണ് എന്നാണ് പല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫജറിനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ അധികം ആളുകളും അസറിനാണെന്ന് പറഞ്ഞത് കാണാം. അള്ളാഹു ആലം. എന്തായാലും നിസ്കാരമെല്ലാം ആ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അസർ നിസ്കാരം അതിന്റെ സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഹദീസ് നോക്കി കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അസർ അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ നഷ്ടപ്പെട്ടവന്റെ അവസ്ഥ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.